സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു പാലട സ്റ്റൈൽ ഉണ്ടാക്കിയാലോ. പാലട സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള ചുവന്ന തോല് കളയുന്നതാണ് നല്ലത്. പക്ഷേ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന തോലായതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വെളുത്ത രീതിയിൽ കാണണം എന്നുണ്ടെങ്കിൽ ആ ചുവന്ന തോല് കളയണം. അതിന് ആദ്യം നമുക്ക് ഈ പുറത്തു കാണുന്ന തോല് വൃത്തിയാക്കാം. അത് പൊളിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിന് ഗുണം ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ആ തോല് കളഞ്ഞിട്ടില്ല. ഇനി കുറച്ച് ഏലക്കായ പൊടിച്ച് മാറ്റി വയ്ക്കാം. ഏലക്കായ മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാൾ നല്ലത് കല്ലിൽ പൊടിച്ച് വയ്ക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ആവശ്യത്തിന് മാത്രം പൊടിച്ചെടുക്കാം. ഇനി ഈ ചക്കക്കുരു 4 ആവി വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് വേവിച്ചെടുത്തത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് 1.5 കപ്പ് പഞ്ചസാര കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേവിച്ച ചക്കക്കുരുവും ഇട്ട് കൊടുക്കാം. ഞാൻ 15 ചക്കക്കുരുവാണ് എടുത്തത്. ഇനി ചക്കക്കുരുവും പഞ്ചസാരയും കുക്കറിലിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഉള്ളിലുള്ള തോല് കളയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ചുവന്ന കളറിൽ കാണുന്നത്. ഭംഗി നോക്കിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ചുവപ്പ് കളയണം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതിൽ ഓരോരോ കഷ്ണം കടിക്കുന്ന രീതിയിലാണ് ഉടച്ചെടുക്കേണ്ടത്. അത് പാലട കടിക്കുന്നത് പോലെ കടിക്കുവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം.
1.5 ലിറ്റർ പാല് കാച്ചി കുറുക്കി 1 ലിറ്റർ ആക്കിയാണ് ഞാൻ എടുത്തത്. പാല് കുറുക്കിയെടുക്കുമ്പോൾ പായസത്തിന് സ്വാദ് കൂടും. ആദ്യം നമുക്ക് എല്ലാ പാലും വേറെ തന്നെ കാച്ചി കുറുക്കിയെടുക്കാം. അതിനുശേഷം നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. പാല് നല്ലതുപോലെ കുറുക്കിയെടുത്തത് ഒഴിക്കുന്നതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഈ ചക്കക്കുരു പായസം കുടിച്ചാൽ ആരും ചക്കക്കുരു കളയില്ല. പിന്നെ ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു നല്ലതുപോലെ മധുരം പിടിച്ചിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുരുവിന് ചെറുതായി ഒരു മധുരമുണ്ട്. പായസം ഉണ്ടാക്കാൻ ചെറുതായി മധുരമുള്ള കുരു തന്നെയാണ് നല്ലത്. പാല് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കുരു നല്ലതുപോലെ വലിച്ചെടുക്കും. വേറെ ഒരു പാത്രത്തിൽ പാൽ കുറുക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കൊച്ചു കുട്ടികൾ പോലും കഴിക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരു നല്ലതുപോലെ ഉടച്ചിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 5-10 ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിൽ ചെറുതായ രീതിയിൽ അട കടിക്കുന്നത് പോലെ കുരു ഉടയ്ക്കാതെയും വെക്കണം. ഉണ്ടാക്കുമ്പോൾ കുരു നല്ലതുപോലെ മധുരം വലിച്ചെടുത്താൽ ഒരു സൂപ്പർ പായസമായിരിക്കും. ഇനി ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു കിട്ടുന്ന കാലത്ത് കളയാതെ നല്ലതുപോലെ ഉണക്കി വെച്ച് ഇങ്ങനെ ഓരോ പായസം ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.